ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ട് പുളിയൊന്നും ഒഴിക്കാത്ത ഒരു അടിപൊളി നെത്തോലി കറിയാട്ടോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ള വേസ്റ്റ് ഇല്ലേ, അതും ആ വാലും തലയൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു സ്പൂണ് കല്ലുപ്പ് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുക കേട്ടോ. അതിൻ്റെ വെള്ള കളർ പൊടിയില്ലേ, അതും ബാക്കി വേസ്റ്റൊക്കെ കൂടെ ഒന്ന് പോകാനായിട്ടാട്ടോ. അരമുറി തേങ്ങ എടുത്തിട്ട് 1 സ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് അതൊന്ന് അരച്ച് വയ്ക്കാം. അതിനുശേഷം ചട്ടി അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ 1 സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് പൊട്ടിയതിന് ശേഷം ചെറിയ ഉള്ളിയില്ലേ 2ആയി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും തക്കാളിയും കൂടെ ചേർക്കുക കേട്ടോ. ഉള്ളി വഴഞ്ഞു പോകരുത് കേട്ടോ, ഇതെല്ലാം ഒപ്പം തന്നെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 സ്പൂണ് എരിവുള്ള മുളക് പൊടിയില്ലേ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചെനച്ച മാങ്ങ എടുക്കണേതായിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. തോല് കൂടെ കളയണം കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് എണ്ണയിലിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഒരു 4 പച്ചമുളക് നടുകേറിയത് അതും കൂടെ ഒന്നിട്ടിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കുക കേട്ടോ. അതിനുശേഷം 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി അതുകൂടെ ചേർത്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് അതിൻ്റെ പൊടികളില്ലേ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് എല്ലാം കലങ്ങി വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് ബാക്കി 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകാനായിട്ട് വെക്കാം കേട്ടോ. തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തേങ്ങ ഒഴിക്കുന്നൊന്നും എടുക്കാൻ വിട്ടുപോയിട്ടോ. തേങ്ങയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അത് ചെറുതായി തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ നെത്തോലിയില്ലേ അതുകൂടെ ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളച്ച് പോകരുത്, ഉടഞ്ഞു പോകും. 2 തിള അങ്ങനെ വന്നാൽ മതിയാവും കേട്ടോ. ബാക്കി ആ ചൂടിൽ കിടന്ന് തന്നെ വെന്തോളും കേട്ടോ. നമ്മുടെ മാങ്ങയും നെത്തലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കുന്നതാണ് കേട്ടോ. ഈസി ആയിട്ടുള്ള നെത്തൽ കറിയാണ്. ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. നമ്മളിതിൽ പൊടിയൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ചെനച്ച മാങ്ങില്ലേ അതിൻ്റെ ഒരു പുളി തന്നെ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു നെത്തൽ കറിക്ക്. ഉള്ളിലേക്ക് ഇതുപോലെ നമുക്ക് കടിക്കാൻ കിട്ടണം. അതിനായിട്ട് നമ്മൾ വഴറ്റാണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.